ലോകത്തെ ഞെട്ടിച്ച് ഭൂമിയുടെ ഭ്രമണത്തെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ള മെഗാ ജലവൈദ്യുത പദ്ധതിയുമായി ചൈന. $165 ബില്യൺ ചെലവിൽ ടിബറ്റിലെ യാർലുങ് സംഗ്പോ നദിയിൽ ചൈന നിർമ്മിക്കുന്ന പുതിയ ജലവൈദ്യുത പദ്ധതി ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുന്നു. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാമായ ചൈനയിലെ തന്നെ ത്രീ ഗോർജസ് ഡാമിനേക്കാൾ 3 ഇരട്ടിയിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ പുതിയ പദ്ധതി. ത്രീ ഗോർജസ് ഡാം നിർമ്മിച്ചപ്പോൾ വൻതോതിൽ വെള്ളം സംഭരിക്കുന്നത് ഭൂമിയുടെ ഭ്രമണവേഗതയെ നേരിയ തോതിൽ കുറയ്ക്കുന്നതായി നാസയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. പുതിയ ഡാം ഇതിലും വലുതായതിനാൽ ഭൂമിയുടെ അച്ചുതണ്ടിനെയും ഭ്രമണത്തെയും ഇത് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ശാസ്ത്രലോകം. ട്രൂ പോളാർ വാണ്ടർ എന്നറിയപ്പെടുന്ന പ്രതിഭാസത്തിലൂടെ ഭൂമിയുടെ ധ്രുവങ്ങളുടെ സ്ഥാനചലനത്തിന് പോലും ഇത്ര വലിയ ജലശേഖരം കാരണമായേക്കാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ബ്രഹ്മപുത്ര നദിയിലെ ഈ നിർമ്മാണം ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുദ്ധസമയത്തോ മറ്റോ ചൈന ഈ ഡാമിലെ വെള്ളം പെട്ടെന്ന് തുറന്നുവിട്ടാൽ അരുണാചൽ പ്രദേശ്, അസം എന്നിവിടങ്ങളിൽ വൻ പ്രളയമുണ്ടാകാൻ സാധ്യതയുണ്ട്. വേനൽക്കാലത്ത് വെള്ളം തടഞ്ഞുവെക്കുന്നത് ഇന്ത്യയിലേക്കുള്ള ഒഴുക്ക് കുറയുവാനും കാരണമാകും. ഭൂകമ്പ സാധ്യതയേറിയ ഹിമാലയൻ മേഖലയിൽ ഇത്ര വലിയ ഡാം നിർമ്മിക്കുന്നത് പാരിസ്ഥിതികമായി വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കാർബൺ വികിരണം ഇല്ലാതാക്കാനുമുള്ള ചൈനയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതിയെന്ന് ബീജിംഗ് അവകാശപ്പെടുന്നു. അയൽ രാജ്യങ്ങളുടെ ജലസുരക്ഷയെ ഇത് ബാധിക്കില്ലെന്നും ചൈന വ്യക്തമാക്കുന്നുണ്ട്.